ചീസ് ബട്ടർ ഗീ. സ്വാഗതം. ബ്രേക്ക്ഫാസ്റ്റ് പുട്ട്, മീൻകറി, മുളകിട്ട കുടംപുളി ഇട്ട മീൻകറി. നമുക്ക് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഞാൻ സാധാരണ പുട്ട് കഴിക്കുമ്പോഴത്തേക്കും മീൻകറി ഉണ്ടെങ്കിൽ ഒരു സ്വല്പം പഞ്ചസാര ആഡ് ചെയ്യാറുണ്ട്. ഇന്ന് അങ്ങനെയില്ല, പഞ്ചസാര ഇടുന്നില്ല. നമുക്ക് നേരെ ഒരു കഷ്ണം അങ്ങോട്ട് വെക്കുക. ഓക്കെ, നല്ലതായിട്ട് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്യാം. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് അതൊന്ന് ടേസ്റ്റ് ചെയ്യാം. നല്ലതായിട്ട് നല്ല എരിവുണ്ട്, നല്ല പുളിയൊക്കെ ഉണ്ട്. ഇപ്പോൾ ഉണ്ടാക്കിയതേ ഉള്ളൂ, കുറച്ചുകൂടെ കഴിയണം അതൊന്ന് സെറ്റാകാൻ. മീൻകറി ഒന്ന് സെറ്റാകാൻ കുറച്ചുകൂടെ കഴിയണം. ഇതിപ്പം റെഡി ആയതേ ഉള്ളൂ. നന്നായിട്ടുണ്ട്, സൂപ്പറാണ്. ഇതിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാരയും കൂടെ ഈ പുട്ടിലൊന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനേക്കാൾ നല്ല ടേസ്റ്റാണ്. ചെറുതായിട്ടൊന്ന് സ്വീറ്റ് ആവും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആവും. എനിക്കിഷ്ടമാണ് ആ രുചി, എനിക്കിഷ്ടമാണ്. അതെല്ലാവർക്കും അങ്ങനെ താല്പര്യം ഉണ്ടെന്ന് എനിക്കറിയില്ല, എനിക്കിഷ്ടമാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു യാത്ര പോയായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും പുറത്തുനിന്ന് കഴിച്ചു. ആ ഒരു അനുഭവം അവിടെ കഴിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അനുഭവം ഞാൻ പറയാം. അതായത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നല്ല ഒരു തിരക്കുള്ള ഒരു വെജ് റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ കയറിയത്. അവിടെ ആൾക്കാർ വന്നും പോയി നിൽക്കുന്നുണ്ട്, നല്ല തിരക്കായിരുന്നു, നല്ല ക്രൗഡുണ്ട്. അങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റ്. ലഞ്ച് എന്ന് പറയുന്നത് അത്ര ഞങ്ങൾ ഇച്ചിരി വൈകിപ്പോയി. ഒരു 3 മണി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ലഞ്ച് കഴിക്കാൻ കയറിയത്. അതുകൊണ്ട് വലിയ തിരക്ക്, വേറൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു, അവിടെ വലിയ തിരക്കൊന്നും ആ സമയത്തില്ലായിരുന്നു. അതൊരു റെസ്റ്റോറൻറ്റ് വിത്ത് ബേക്കറി ആയിട്ടുള്ള ഒരു സെറ്റപ്പാണ്. അപ്പോൾ അവിടെ അത്ര വലിയ തിരക്കൊന്നുമില്ല. പക്ഷേ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിടത്ത് നല്ല തിരക്കാണ്. അപ്പോൾ ഈ തിരക്ക് പിടിച്ച സമയത്ത് ഞങ്ങളുടെ ടേബിളിൽ 4 പേരുണ്ട്. അപ്പം നമ്മുടെ അരികിലോട്ട് വരുന്ന അവരുടെ ഒരു സ്റ്റാഫ് ഉണ്ടല്ലോ, ഈ ഓർഡറൊക്കെ എടുക്കാൻ വരുന്ന ഒരു സ്റ്റാഫ് ഉണ്ടല്ലോ, അവർ ഞങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് ആ ഒരു സ്റ്റൈലാണ്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ ആ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ ചെന്ന പരിചയത്തോടെ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറേ നാളുകളായിട്ട് ഞങ്ങൾ അവിടെ സ്ഥിരമായിട്ട് വന്നും പോയി നിൽക്കുന്ന ആൾക്കാരോട് ഇടപെടുന്ന പോലെ അവര് ഞങ്ങളോട് ഇടപെട്ടു. അത് ഭയങ്കര ഞങ്ങൾ ആദ്യമായിട്ടാണ് അവിടെ കയറുന്നത്, ആ സ്ത്രീയെ കാണുന്നതും ആദ്യമായിട്ടാണ്. അപ്പോൾ അവര് ആ ഒരു അത്രയും തിരക്കുണ്ടായിട്ട് പോലും അത്രയും ചിരിച്ച് വളരെ പ്ലസന്റ് ആയിട്ട് അവർ ഞങ്ങളെ കൈകാര്യം ചെയ്യാൻ അവർക്ക് പറ്റി. രണ്ടാമത് ഞങ്ങൾ ലഞ്ചിന്റെ ടൈം എന്ന് പറയുന്നത് ഒരു 3 മണി കഴിഞ്ഞ സമയം ആയതുകൊണ്ട് തന്നെ അവിടെ വലിയ തിരക്കൊന്നുമില്ല. എങ്കിൽ പോലും ഒരു യുവാവ്, പുള്ളിക്ക് ഒരു 10-28 വയസ്സേ കാണുള്ളൂ, ഇങ്ങോട്ട് വന്നു, ജസ്റ്റ് ഓർഡർ എടുത്തു, അങ്ങ് പോകുന്നു. അങ്ങനെ ഒരു നല്ലൊരു പ്രസാദമുള്ള ഒരു മുഖം. അങ്ങനെ പ്രസാദമുള്ള മുഖം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ നമ്മളെ ഹാൻഡിൽ ചെയ്യുന്ന ഓരോ വിധം ആണ് ഞാൻ ഈ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ട് ബ്രേക്ക്ഫാസ്റ്റിൽ ഞങ്ങൾ കഴിച്ചത് ഒരു നെയ് റോസ്റ്റ് കഴിച്ചു, അതുപോലെ തന്നെ ചപ്പാത്തി, പൂരി. അപ്പോൾ ഈ ചപ്പാത്തി എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ചപ്പാത്തിയിൽ 2 ചെറിയൊരു ചപ്പാത്തി, ഇച്ചിരി കുറുമായും. അതിൽ ഈ കുറുമായും ചപ്പാത്തിയും എനിക്കിഷ്ടപ്പെട്ടില്ല. പൂരി എന്ന് പറഞ്ഞാൽ പൂരി നല്ലതായിരുന്നു, അതിൻ്റെ കൂടെയുള്ള സബ്ജി അതും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നെയ് റോസ്റ്റ് കുഴപ്പമില്ല, ഞാൻ കഴിച്ചില്ല. അങ്ങനെ നെയ് റോസ്റ്റ് അതിനുള്ള സാമ്പാർ ഞാൻ കൂട്ടിയായിരുന്നു, തിരക്കേടില്ല, ഇത്രേ ഉള്ളൂ. പക്ഷെ അവരുടെ ബില്ലും അവരുടെ മെനു തന്ന ഫുഡും ആഹാരവും
രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നല്ല 100-ൽ കൂടുതൽ രൂപ ഈ 2 ചപ്പാത്തിയും കറിക്കും ഏകദേശം 100-ൽ കൂടുതൽ പ്രൈസാണ്. അപ്പം അതിനുള്ളതൊന്നും ഇതിനില്ല. പക്ഷേ അവരുടെ ആ ഒരു ഇടപെടൽ കൊണ്ട് നമുക്ക് അതൊന്നും ഫീൽ ചെയ്യുന്നില്ല. മനസ്സിലായോ? അത് ഞങ്ങൾ രണ്ടാമത് ഹോട്ടലിൽ കയറി ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളത് ചർച്ച ചെയ്തത്. ആദ്യത്തെ അവിടെ എന്ത് കുറവുകളുണ്ടെങ്കിലും അല്ലെങ്കിൽ ഭക്ഷണത്തിന് ആ ഒരു ടേസ്റ്റ് വന്നില്ലെങ്കിൽ പോലും അവരത് ആ വ്യക്തി നമുക്ക് ആ കൊണ്ടുതന്ന ആഹാരം കൊണ്ടുതന്ന ആളത് കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് നമ്മൾ വളരെ കാമായിട്ട് കൂളായിട്ട് അത് ഇരുന്ന് ഇഷ്ടത്തോടെ കഴിച്ചിട്ട് പോയി. അതാണ് അവിടെ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്. നോർമൽ ഫുഡ് അവരുടെ ആ ഒരു പ്രസന്റേഷൻ കൊണ്ട് അവരത് വളരെ അവരുടെ ബിഹേവിയർ കൊണ്ട് അത് വളരെ സ്മൂത്ത് ആയിട്ട് അവർ ഹാൻഡിൽ ചെയ്തു. രണ്ടാമത്തെ സ്പേസിൽ ഈ ലഞ്ച് കഴിക്കാൻ പോയപ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ അവിടെ എന്തായിരുന്നു ഞങ്ങൾ കഴിച്ചത്? ഗീ റൈസ് കഴിച്ചു, മിക്സഡ് ഫ്രൈഡ് റൈസ് കഴിച്ചു, പിന്നെ ഡ്രാഗൺ ചിക്കൻ കഴിച്ചു. അപ്പോൾ ഈ ഡ്രാഗൺ ചിക്കനൊക്കെ നല്ല എമൗണ്ട് ആയിരുന്നു അവർ ചാർജ് ചെയ്തത്. ഞങ്ങൾ ഇത്രയും ഈ മൂന്ന് ഐറ്റമേ ഞങ്ങൾ കഴിച്ചുള്ളൂ. അതിന് ബില്ല് ചെയ്തിരിക്കുന്നത് നല്ല ബില്ല. ഏകദേശം എനിക്ക് തോന്നുന്നത് 800 രൂപയ്ക്ക് അടുത്താണ് അതിൻ്റെ ബില്ല് വന്നിരിക്കുന്നത്. 3 ഐറ്റമേ ഉള്ളൂ ആകെ കൂടെ മേടിച്ചുള്ളൂ. ഒന്ന് ഫ്രൈഡ് റൈസ്, മിക്സഡ് ഫ്രൈഡ് റൈസും, ഒന്ന് ഗീ റൈസ്, പ്ലെയിൻ ഗീ റൈസും, അതുപോലെ തന്നെ ഡ്രാഗൺ ചിക്കനും. ഈ 3 ഐറ്റത്തിന് 800 രൂപയോളം ചിലവായിട്ടുണ്ട്. അപ്പം ഇത് ഈ ഒരു സമയം അത് ആ ബില്ലും അതിൻ്റെ ആ സാധനം കുഴപ്പമൊന്നുമില്ലായിരുന്നു, ഫുഡ് തരക്കേടൊന്നുമില്ലായിരുന്നു. പക്ഷെ ഇവരുടെ ഈ അപ്പിയറൻസ് കൊണ്ട് നമുക്കത് ഒട്ടും താല്പര്യം വന്നില്ല. ആ ഭക്ഷണത്തോട് താല്പര്യം വന്നില്ല. ഈ റേറ്റും കൂടെ വന്നപ്പോഴത്തേക്കും തീരെ താല്പര്യക്കേടായി. മനസ്സിലായോ? മറ്റേതെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെയാണ്. അത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പം ഭക്ഷണം അത്ര സുഖകരമല്ല എങ്കിൽ പോലും അവരുടെ ആ അപ്പിയറൻസിൽ അവരത് കൈകാര്യം ചെയ്തു, വളരെ നീറ്റായിട്ട് ക്ലീൻ ആയിട്ട് കൈകാര്യം ചെയ്തു. ഞങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ട് ഇറങ്ങിപ്പോയി. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് അതൊരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. രണ്ടും തമ്മിലുള്ള വ്യത്യാസം അതൊന്നും വെറുതെ പങ്കുവെക്കുക എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇപ്പം നമുക്കിത് ഫിനിഷ് ചെയ്യാം. പുട്ടും മീൻകറി എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി കോമ്പിനേഷനാണ്. നമ്മൾ ഈ പുട്ടിൽ ചില ആൾക്കാർക്കൊന്നും പുട്ടെന്ന് പറയുന്ന ഒരു ഐറ്റമേ ഇഷ്ടമില്ല. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഈ പുട്ടുണ്ടാക്കുമ്പോൾ നമ്മൾ പുട്ടുപൊടി മേടിച്ച് പുട്ടുണ്ടാക്കാതെ അരിപ്പൊടി മേടിക്കണം. വറുത്ത അരിപ്പൊടി, അതായത് ഇടിയപ്പത്തിനും പത്തിരിക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന അരിപ്പൊടി കടയിൽ നിന്ന് മേടിച്ച് അതിൽ പുട്ട് പുഴുങ്ങണം. പുട്ടുപൊടി എന്നും പറഞ്ഞ് നമ്മൾ പുട്ടുപൊടി എന്നും പറഞ്ഞ് പാക്കറ്റിൽ മേടിച്ച് നമ്മൾ പുട്ട് പുഴുങ്ങി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതിന് തരി ചില കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് എത്രമാത്രം അത് ഇഷ്ടം ആകുമെന്ന് എനിക്കറിയില്ല. അത് നല്ല ചൂടുവെള്ളമല്ല, തിളച്ച വെള്ളത്തിൽ അത് കുഴച്ച് പുട്ടിന് കുഴച്ചിട്ട് ഉണ്ടാക്കണം. അപ്പോൾ അത് അടിപൊളിയാവും. അതാണ് ഒരു നല്ല എക്സ്പീരിയൻസ് തരുന്ന പുട്ടെന്ന് എനിക്ക് തോന്നുന്നു. സാധാരണ പുട്ടുപൊടി മേടിച്ച് പുട്ടുണ്ടാക്കിയാൽ ചിലപ്പോൾ ഇഷ്ടപ്പെടണം എന്ന് നിർബന്ധമില്ല. എന്തായാലും എനിക്ക് പുട്ട് ഇഷ്ടമാണ്. ഇത് അവസാനത്തെ നല്ലതായിട്ട് മിക്സ് ചെയ്യണം. എല്ലാം കൂടെ മീനും ചാറും പുട്ടും എല്ലാം കൂടെ മിക്സ് ചെയ്ത്
ഇത് നല്ലതായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ അടിപൊളിയാണ്. ഇനി അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.